നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പരിപൂർണമായും റിലാക്സ്ഡ് ആയതായി അനുഭവിക്കും. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കും. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കും. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ആർദ്രമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. എങ്ങനെ ഹാർട്ട്ഫുൾനെസ് സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യാം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എഡ്യൂക്കേഷനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിവേകം, വൈരാഗ്യം, അതിനുശേഷം ഷഡ് സമ്പത്തികൾ, പരമ്പരാഗതമായിട്ടുള്ള യോഗ പദ്ധതികളിൽ സാധന ചതുഷ്ടയം എന്നാണ് പറയുന്നത്. അപ്പം അതിൽ മൂന്നാമത്തെ ലിംബാണ് ഈ ഷഡ് സമ്പത്തികൾ. അപ്പം അതിൽ ആദ്യത്തെ ഭാഗം ഷഡ് സമ്പത്തികളിൽ 6 എണ്ണം. ആദ്യത്തേതാണ് ശമം എന്ന് പറയുന്നത്. അതിലുള്ള ആദ്യ ഭാഗമായിട്ട് അഹിംസ, ശമത്തിൻ്റെ ഫസ്റ്റ് ലിംബ്. അഷ്ടാംഗയോഗ പദ്ധതിയാണ് ശമം എന്ന് പറയുമ്പോൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. അഷ്ടാംഗയോഗ പദ്ധതിയിൽ തന്നെ ആദ്യത്തെ ലിംബിൽ യമം വരുന്നു. യമത്തിൽ ആദ്യത്തെ സ്റ്റെപ്പാണ് അഹിംസ. 5 എണ്ണം ഉണ്ട് യമം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഭാഗമാണ് സത്യം. ഒരുപാട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് സത്യം, ട്രൂത്ത്. ഞാൻ സത്യം മാത്രമേ പറയൂ. സത്യമേവ ജയതേ നാനൃതം നമ്മുടെ രാജ്യത്തിൻ്റെ വാക്യാണ്. എപ്പോഴും സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. ഹരിശ്ചന്ദ്രന്റെ കഥ കേട്ടിട്ടുണ്ട്, യുധിഷ്ഠിരന്റെ കഥ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ സത്യം എന്ന് പറയുന്നത്? മഹാത്മാഗാന്ധിജി തൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ തുടക്കത്തിൽ പറയുന്നുണ്ട്, ആപേക്ഷിക സത്യവും അബ്സല്യൂട്ട് സത്യവും. നമ്മളെല്ലാവരും ആപേക്ഷിക സത്യത്തിൻ്റെ ലെവൽസിലാണ് നിൽക്കുന്നത്. നമ്മൾ ലെവൽസ് ഓഫ് കോൺഷ്യസ്നസ് എന്ന് പറയും.
ഈഗോ പ്രവർത്തിക്കുന്ന മണ്ഡലങ്ങളാണ് ലെവൽസ് ഓഫ് കോൺഷ്യസ്നസ്. അത് പ്രവർത്തിക്കുന്ന മണ്ഡലങ്ങളെ 3 ഗുണങ്ങളായിട്ട് യോഗ ക്ലാസിഫൈ ചെയ്യുന്നു. താമസിക്, രാജസിക്, സാത്വിക്. താമസിക് എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളിൽ വളരെയധികം ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. രാജസിക് എന്ന് പറഞ്ഞാൽ ബുദ്ധിയും ഇന്റലക്റ്റും ഒരുപാട് യൂസ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ധർമ്മം അധർമ്മം, സത്യം അസത്യം, ഇങ്ങനെയുള്ള ചർച്ചകളിൽ കൊടുക്കുന്ന ആൾക്കാർ, അതാണ് രാജസിക്. സാത്വിക് എന്ന് പറഞ്ഞാൽ സെറ്റിൽഡ് ആയിട്ടുള്ള അവസ്ഥ. സഹജമാർഗത്തിന്റെ ആദ്യ ഗുരുവായിട്ടുള്ള ലാലാജി മഹാരാജ് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ അനുഭവിക്കുന്നതെല്ലാം രാജസിക തലത്തിലാണ്. മനസ്സിന്റെ പ്രവർത്തന മണ്ഡലമാണ് രാജസികം. സൂക്ഷ്മ ശരീരം എന്ന് പറയും. ഒരു മരം വളരുന്നത് അതിന്റെ സ്റ്റെം വളരുമ്പോഴാണ്, ഇലകളും വേരുകളും അല്ല. നമ്മൾ ശ്രദ്ധയപ്പെടുന്ന സ്റ്റെമ്മാണ്. അതുപോലെ തന്നെ രാജസികമായിട്ടുള്ള ഭാവമാണ് എവല്യൂഷന്റെ ഭാഗം. നമ്മൾ എഡ്യൂക്കേറ്റഡ് ആവുന്നു, വളരുന്നു എന്നൊക്കെ പറയുന്നത് രാജസിക ഭാവം. താമസിക് എന്ന് പറഞ്ഞാൽ മാറ്ററാണ്. താമസിക് ഭാവമായിട്ടുള്ള മാറ്ററിനെ പ്രവർത്തിപ്പിക്കുന്നതും മനസ്സാണ്. സാത്വിക ഭാവത്തിൽ സെറ്റിൽഡ് അനുഭവം ഉണ്ടാക്കുന്നതും മനസ്സാണ്. അപ്പൊ ഇത് രണ്ടും ശരിക്കും രാജസിക തലത്തിലെ അനുഭവങ്ങൾ തന്നെയാണ്. അപ്പൊ സത്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഈ രാജസിക തലത്തിലാണ്. റിലേറ്റീവ് ട്രൂത്ത്സ് പല ലെവൽസ് ഉണ്ട്. നമ്മൾ അതേക്കുറിച്ച് ഡിസ്കസ് ചെയ്താണ്. ഒരു കല്ല് സ്ഥൂലമായിട്ടുള്ള വസ്തുവാണ്, ഇറ്റ്സ് എ സോളിഡ് ഓബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അത് സത്യമാണ്, തീർച്ചയായിട്ടും സത്യമാണ്. നിങ്ങൾ കല്ലിന്റെ പുറത്ത് നിൽക്കുകയാണ്. പക്ഷെ വൈബ്രേറ്ററി തലത്തിൽ നമ്മൾ ഉയരുകയാണെങ്കിലോ കല്ല് ആറ്റംസ് ആണ്. ആറ്റംസിന് 98% സ്പേസ് ആണ്. ആ ഒരു ഐഡിയ എന്നാണ് ഇപ്പോൾ നാനോ പാർട്ടിക്കിൾസിന്റെ തിയറിയൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ അതിനും ഉയർന്ന തലത്തിൽ സ്പേസിന് അപ്പുറം പിന്നെ ഉള്ളത് വൈബ്രേഷൻസ് മാത്രമാണ്. ശരിക്കും ഇലക്ട്രോൺസും പ്രോട്ടോൺസും ന്യൂട്രോൺസും ഒന്നും ഇല്ല, എല്ലാം വൈബ്രേഷൻസ് ആണ്. ഇനി അതിനപ്പുറം എല്ലാം ഫീൽഡാണ് എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്നു. ഈ ഫീൽഡിന് അപ്പുറം എന്താണ്? നമുക്ക് ഫീൽഡിന്റെ ആ തലം വരെ നമുക്ക് മനസ്സുകൊണ്ട് സങ്കല്പിക്കാൻ പറ്റുള്ളൂ. സാധ്യതകളുടെ ലോകം. സാധ്യതകളുടെ അപ്പുറം എന്താണ്? സാധ്യതകൾ തന്നെ ഇല്ലാത്ത ഒരു സ്റ്റേറ്റ് ഉണ്ടാവുമല്ലോ. സാധ്യതകൾ പ്രകടമാവുന്നതിന് മുമ്പ് മോഡേൺ സയൻസ് തിയറൈസ് ചെയ്യുന്ന ബിഗ് ബാങ് എന്നാണ് പ്രപഞ്ചം ഉണ്ടായത്. ബിഗ് ബാങ്ങിന്റെ മുമ്പ് എന്തായിരുന്നു? സിംഗുലാരിറ്റി ആയിരുന്നു. സിംഗുലാരിറ്റിയുടെ മുമ്പ് എന്തായിരുന്നു? അപ്പൊ നമുക്ക് ഉത്തരമില്ല, കാരണം അവിടെ മനസ്സിന് ചിന്തിക്കാൻ പറ്റാത്ത കാര്യം. അപ്പൊ അതാണ് അബ്സല്യൂട്ട് ട്രൂത്ത്. നമ്മുടെ മനസ്സിന് വിഭാവനം ചെയ്യാൻ പറ്റാത്ത ആ സ്റ്റേജ് അതാണ് യഥാർത്ഥത്തിൽ അബ്സല്യൂട്ട് എന്നത്. അത് സത്യത്തിനും അപ്പുറമാണ്. ബാബുജി മഹാരാജ് പറയുന്നു, സത്യം എന്ന് പറയുന്നതും ഒരു സ്റ്റെപ്പാണ്, അതും അപ്പുറം കിടക്കുന്നതാണ്. ന സദാസി നോ സദാസി എന്നുള്ള നാസതീയ സൂക്തം വേദങ്ങളിൽ നിന്നാണ്. സത്യം ആണ് എന്ന് പറയും. സത്യമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അസത്യം എന്നുള്ളത് എന്താണ് എന്ന് ചോദ്യം. എല്ലാം അസത്യമാണ്, എല്ലാം മായയാണ് എന്ന് പറയുമ്പോൾ അപ്പൊ സത്യം എന്താണ് ചോദ്യം. അപ്പോ സത്യവുമില്ല അസത്യവുമില്ല, അതിനപ്പുറം ട്രാൻസെൻഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്, അതാണ് അബ്സല്യൂട്ട്. അപ്പൊ അത് നമുക്ക് ഒരിക്കലും മനസ്സുകൊണ്ട് സങ്കല്പിക്കാനോ മനസ്സുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യാനോ സാധിക്കുന്ന ഒരു സ്റ്റേറ്റ് അല്ല. മനസ്സ് പ്രകടമാകുമ്പോൾ അവിടെ ഈഗോ പ്രകടമാവും. പിന്നെ അതിന് ശേഷം മനസ്സിന്റെ മണ്ഡലവും ശരീരത്തിന്റെ പ്രവർത്തനമൊക്കെയാണ്. അവിടെ എല്ലാം പലതരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. അപ്പൊ നമ്മുടെ ഈ മാറ്ററിന്റെ തലത്തിൽ പല നിയമങ്ങളുണ്ട്. അതിനേക്കാൾ ഉയർത്ത എനർജി തലത്തിൽ വേറെ നിയമങ്ങളുണ്ട്. അതിനേക്കാൾ ഉയർന്ന ക്വാണ്ടം തലത്തിൽ വേറെ നിയമങ്ങൾ. ഇതെല്ലാം പരസ്പരമായിട്ട് വിരുദ്ധമായിട്ട് തോന്നാം. മോഡേൺ സയൻസ് തന്നെ ഇത് പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും വിരുദ്ധമല്ല, അതൊക്കെ പല ലെവൽസാണ്. ഞാൻ എവിടെ നിൽക്കുന്നു അനുസരിച്ചിട്ടാണ് ഞാൻ അനുഭവിക്കുന്നത്. ആണ് മൾട്ടിവേഴ്സസ് എന്നെല്ലാം പറയുന്നത്. അപ്പോ സത്യം എന്ന് പറയുമ്പോൾ ഞാൻ എവിടെ എത്തി എന്നുള്ളത് നിർവചിക്കേണ്ട ആവശ്യം. 2 ചോദ്യങ്ങളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾ എവിടെ നിൽക്കുന്നു, നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? ഇത് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്താലേ നമ്മൾ പറയുന്ന കാര്യം സത്യമാണോ എന്ന് പറയാൻ സാധിക്കും. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? നമ്മുടെ തലത്തിലുള്ള ആ സത്യത്തെ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ട്രൂത്ത്ഫുൾനെസ് ആണ്. അപ്പൊ ട്രൂത്ത് അല്ല ശരിക്കും വേണ്ട, ട്രൂത്ത്ഫുൾനെസ് ആണ് വേണ്ടത്. ബാബുജി മഹാരാജ് കമൻട്രീസ് ഓൺ 10 മാക്സിംസ്, നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട 10 പ്രമാണങ്ങൾ, ഇതാണ് ഹാർട്ട്ഫുൾനെസ്സിന്റെ ക്യാരക്ടർ ഫോർമേഷന്റെ അടിസ്ഥാനമാണ്. അത് ഒരു മാക്സിം പറയുന്നത് ബി ട്രൂത്ത്ഫുൾ ആണ്, സത്യസന്ധരായിരിക്കുക. പിന്നെ രണ്ടാമത്തെ ഭാഗം എന്താണ്? ദുരിതങ്ങൾ നിങ്ങളുടെ നന്മയ്ക്കായുള്ള ദിവ്യാനുഗ്രഹങ്ങളായിട്ട് കരുതി അവയെ സ്വീകരിക്കുക. രണ്ടും പരസ്പരം കോംപ്ലിമെന്ററി ആണ്. സത്യസന്ധരായിരിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഇസ് ആസ് ഇറ്റ് ഇസ്. അതാണ് ബാബുജി മഹാരാജ്. അഭിനയങ്ങളില്ലാതെ എന്താണോ അത് തന്നെയായിട്ട് പ്രകടമാവുക.
ബി ഔട്ട്സൈഡ് വാട്ട് യു ആർ ഇൻസൈഡ്. പ്രകൃതിയിലേക്ക് നോക്കിയാൽ ഈസി ആയിട്ട് മനസ്സിലാവും. ഒരു കല്ല് കല്ല് തന്നെയായിട്ടിരിക്കുന്നു. കല്ല് സ്വയം വെള്ളമാവുന്നില്ല. ബാഹ്യമായിട്ടുള്ള പ്രഷർ വരുമ്പോൾ അതിന് മാറ്റം വരും. ഓട്ടോമാറ്റിക് ആയിട്ട് അതിന് സ്വയം പരിവർത്തനം ചെയ്യേണ്ട ആവശ്യം. അത് തന്നെയായിട്ട് ഹാപ്പിയാണ്. അതാണ് സച്ചിത് ആനന്ദം. ഒരു പക്ഷി തന്നെ, ഒരു കാക്ക തന്നെ. കാക്ക, മുയല്, പൂച്ച, പട്ടി, ഏത് നോക്കിയാലും അവർക്കൊന്നും ആക്ടിങ് ഇല്ല. നമുക്കറിയാം ഒരു പശുവിന്റെ സ്വഭാവമായിരിക്കും, നമുക്ക് പറയാൻ പറ്റും. ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉണ്ടാവും. നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണെന്ന് ആലോചിച്ചു, അവിടെ ഒരു പശു നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു നായ നിൽക്കുന്നുണ്ട്. നമുക്കറിയാം അത് എങ്ങനെ പെരുമാറും. നമ്മൾ അതിനനുസരിച്ച് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാം. നേരെ വെച്ചാൽ അവിടെ ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ടെങ്കിലോ നമുക്ക് പറയാൻ പറ്റില്ല ഈ മനുഷ്യൻ ഏത് ക്വാളിറ്റിയാണ്, എന്തായിരിക്കാം. വേണമെങ്കിൽ അനിമൽ ലൈക്ക് ആയിരിക്കും, ചിലപ്പോൾ ഡിവൈൻ ആയിരിക്കാം. നമുക്ക് പറയാൻ പറ്റില്ല. അത് മനുഷ്യന് മാത്രമേ ഈ ഒരു സ്പെക്ട്രം ഉള്ളൂ. നമുക്ക് ഈ ട്രൂത്ത്ഫുൾനെസ്സിന്റെ എല്ലാ സ്പെക്ട്രവും ട്രാൻസെൻഡ് ചെയ്തിട്ട് അബ്സല്യൂട്ട് ട്രൂത്ത്ഫുൾനെസ് നമ്മുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ട്രൂത്ത്ഫുൾനെസ് മാനിഫെസ്റ്റ് ചെയ്യാൻ കൂടി മനുഷ്യന് സാധിക്കും. മനുഷ്യന്റെ സ്റ്റേറ്റിൽ ശരിക്കും ട്രൂത്ത്ഫുൾനെസ് എന്താണ്? സേ വാട്ട് യു മീൻ ആൻഡ് മീൻ വാട്ട് യു സേ. ഒരു തത്വമാണ് അബ്സല്യൂട്ട് മൊറാലിറ്റി. എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് തന്നെ പറയുക. ആവശ്യമുള്ളത് മാത്രം ഉപയോഗിക്കുക, ഷെയർ ചെയ്യുക, കൂട്ടിവെക്കാതിരിക്കുക. കമ്പാഷൻ മനുഷ്യനുള്ള സ്വഭാവമാണ്, കമ്പാഷൻ. അപ്പോൾ കമ്പാഷനും ട്രൂത്ത്ഫുൾനെസ്സും ഒരുമിച്ച് പോകുന്നു. സ്നേഹവും സത്യവും ഒരുമിച്ച് പോകുന്നു. സ്നേഹം പ്രകടിപ്പിക്കാത്ത ഒരു സത്യസന്ധത ഉണ്ടോ? അങ്ങനെയാകുമ്പോൾ സത്യസന്ധത എന്ന് പറയാൻ സാധിക്കില്ല. ഇത് രണ്ടും പാരലായിട്ട് ഉയരുന്നൊരു കാര്യമാണ്. കൂടുതൽ കൂടുതൽ സത്യസന്ധതയിൽ ഉയരുമ്പോൾ കൂടുതൽ നമ്മൾ സ്നേഹത്തിലും ഉയരുന്നു. അപ്പൊ നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് പൂർണ്ണമായിട്ടുള്ള ആ സത്യം അല്ലെ പൂർണ്ണമായിട്ടുള്ള സ്നേഹം അത് ഈ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ടാവില്ല എന്നുള്ള ഹ്യൂമിലിറ്റിയോട് കൂടിയിട്ട്, എന്നാൽ അതിനു വേണ്ടി നിരന്തരമായിട്ട് ക്രേവ് ചെയ്യുന്ന, റെസ്റ്റ്ലെസ് ആയി ജീവിക്കുന്ന ഒരു വ്യക്തി, അങ്ങനെ ഒരു വ്യക്തി നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും. ചാരിജി മഹാരാജ്, സഹജമാർഗത്തിന്റെ ഗുരുനാഥനായ ചാരിജി മഹാരാജ് പറയും, there are two type of people, aspiring sinners and sinners. പാപികളും നന്നാവാൻ ആഗ്രഹിക്കുന്ന പാപികളും. നന്നാവാൻ ആഗ്രഹിക്കുന്ന, അതായത് മിസ്റ്റേക്സ് സ്വീകരിച്ച് ഈ മിസ്റ്റേക്സ് ഞാൻ ഇനി ചെയ്യില്ല, ആവർത്തിക്കില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ആസ്പയറിങ്. അങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാം. ആക്സെപ്റ്റ് ചെയ്യുന്നു, ഒരു പ്രാവശ്യം ആക്സെപ്റ്റ് ചെയ്യുന്ന അത് റിപ്പീറ്റ് ചെയ്യില്ല. അപ്പൊ അങ്ങനെ ഒരാളായിരിക്കും ശരിക്കുള്ള സ്പിരിച്വൽ സീക്കർ. വർക്ക് ചെയ്യുന്നു, സത്യസന്ധമായി ചെയ്യുന്നു, മാറ്റങ്ങളെ അതേപോലെ സ്വീകരിക്കുന്നു, ആക്സെപ്റ്റ് ചെയ്യുന്നു. അതാണ് മാക്സിമിന്റെ രണ്ടാമത്തെ ഭാഗം. ദുരിതങ്ങൾ നിങ്ങളുടെ നന്മയ്ക്കായിട്ടുള്ള ദിവ്യാനുഗ്രഹങ്ങളായി സ്വീകരിച്ച് നന്ദിയുള്ളവരായിരിക്കുക. നമുക്ക് ദുരിതങ്ങൾ എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഇപ്പോഴത്തെ ഈ കംഫോർട്ട് സോണിൽ നിൽക്കുമ്പോൾ നമുക്ക് ഹയർ ആയിട്ടുള്ള കാര്യം ദുരിതമായിട്ട് തോന്നും. ഒരു കുട്ടിക്ക് സ്കൂളിൽ പോകാന്നുള്ള ദുരിതമാണ്. ഒരു ജോലിക്കയറ്റം കിട്ടുമ്പോൾ പുതിയ ജോലി ഒരു ദുരിതമാണ്. പക്ഷെ ശമ്പളം കിട്ടുന്നതുകൊണ്ട് എല്ലാവരും അവിടെ പോകുന്നു മാത്രം. ആ ജോലി ഒരു ബുദ്ധിമുട്ട് കൂടും, ഭാരം കൂടും. കല്യാണം കഴിച്ച് കല്യാണത്തിന്റെ വിവാഹ അനന്തരമുള്ള ജീവിതം ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് ആ സ്റ്റെപ്പ് എടുക്കണം. ആ സ്റ്റെപ്പിലേക്ക് നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അട്രാക്ട് ചെയ്യുന്ന പ്രേരക കാര്യങ്ങൾ കടന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പിന്നെയും വിഷമം തന്നെയാണ്. വിവാഹം കഴിക്കണ്ടായിരുന്നു എന്ന് തോന്നും. പക്ഷെ അത് നമ്മൾക്ക് സ്വീകരിച്ചേ പറ്റുള്ളൂ. അപ്പൊ നമ്മളൊരു കംഫോർട്ട് സോണിൽ വേറെ കംഫോർട്ട് സോണിലേക്ക് ട്രാൻസെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മിസറി എന്ന് പറയും, അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. ആ മിസറീസ് എന്നുള്ള തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മുന്നോട്ടുള്ള യാത്രയിലാണ്. പുറമേ നമ്മൾ നോക്കാതെ നമ്മുടെ അന്തരീക്ഷത്തിനെയും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ കുറ്റപ്പെടുത്താണ്ട് ക്രിറ്റിസിസത്തിനെല്ലാം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് തിരിഞ്ഞ് കൂടുതൽ സത്യസന്ധരാവുക. അതിനുള്ള വഴിയാണ് ഈ ദുരിതം. ഒരു കുട്ടി റോട്ടിലൂടെ നടക്കുമ്പോൾ, ഫുട്പാത്തിലൂടെ നടക്കുമ്പോൾ വഴി മാറിയിട്ട് റോട്ടിലേക്ക് ഇറങ്ങുന്ന അച്ഛൻ പിടിച്ച് ഫുട്പാത്തിലേക്ക് കയറ്റും. ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് ശക്തി ഉപയോഗിക്കേണ്ടി വരും. അത് ദുരിതമാണോ? നേർവഴിക്ക് നടത്താനുള്ള അച്ഛന്റെ ശ്രമമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രകൃതി നമ്മുടെ തന്നെ ബാഹ്യ പ്രകൃതിയാണ്, വേറെ ഒന്നുമല്ല. അത് കോൺസ്പയർ ചെയ്യുന്നു നമ്മുടെ ഉള്ളിൽ നിന്നും ഈ പൂർണ്ണമായിട്ട് സത്യതയെ പുറത്തേക്ക് എടുക്കാനായിട്ട്. മൈനിൽ നിന്നും സ്വർണം പുറത്തേക്ക് വരുന്നവരെ, സ്വർണ്ണഖനിയും സ്വർണം പുറത്താക്കുന്നത് പോലെ നമ്മളുടെ പുറമേ നിന്നുള്ള അനുഭവം നമ്മുടെ ഉള്ളിൽ നിന്ന് നന്മയെ പതുക്കെ സ്പീസ് ചെയ്യും. അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്നതോടെ ഈ പ്രക്രിയ വേഗതയിലാവും, നമുക്ക് കൂടുതൽ സെന്റേഡ് ആവാൻ സാധിക്കും. സഹജമാർഗത്തിൽ ഇത് വളരെ എളുപ്പമാണ്. കാരണം എന്താണ് പ്യൂർ എന്നുള്ളത് നമ്മൾ മെഡിറ്റേഷനിലൂടെ മനസ്സിലാക്കും. പ്യൂർ ആയിട്ടുള്ള ഫ്ലോയിലേക്ക് നമ്മൾ കണക്ട് ആവും. അപ്പോൾ നമുക്ക് ജീവിതാനുഭവങ്ങൾ സ്വീകരിക്കാൻ ഇത് വളരെ എളുപ്പമുള്ള കാര്യമാണ്.
ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവരെയും വീണ്ടും സഹജമാർഗ സാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് വളരെ വേഗതയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. നന്ദി, നമസ്കാരം.